ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള മഴയാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മഴയൊക്കെ മാറിയെന്ന്. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോരാത്ത മഴയും പിന്നെ കാറ്റാണ് കേട്ടോ. മഴയെക്കാട്ടി കൂടുതൽ കാറ്റാണ് ഇവിടെ പേടിക്കേണ്ടത്. കാരണം ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടവും മരങ്ങളാണ്. അന്നേരം കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് ഒരുപാട് വീടുകളുടെ മുകളിലൊക്കെ ഇങ്ങനെ മരങ്ങൾ വീണായിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസം ഭയങ്കര കാറ്റും മഴയൊക്കെ അല്ലായിരുന്നു ആ സമയത്ത്. അന്നേരം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ വല വീശിയാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ വീശുന്ന സമയത്ത് കിട്ടും. കൂടുതലും ഈ നമ്മുടെ വയമ്പാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം കുട്ടനാട്ടിൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മിക്ക വീടുകളിലും ഇങ്ങനെ വീശി പിടിക്കുന്ന മീനാണ് കറി വയ്ക്കുന്നത്. അന്നേരം നമുക്കല്ലായിരുന്നു കേട്ടോ, ഞങ്ങളുടെ അടുത്തുള്ള ഒരാളായിരുന്നു. ഞാൻ അന്നേരം വീഡിയോ ഒന്ന് എടുത്തതാണ്. ഇവിടെ മഴ ചാറിയാൽ ഉടനെ കറണ്ട് പോകും കേട്ടോ. അങ്ങനൊരു കാര്യമുണ്ട് കുട്ടനാട്ടിൽ. അന്നേരം മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കറണ്ടും എല്ലാം പോയിട്ട് വന്നപ്പം നമ്മൾ താമസിച്ചാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അന്നേരം രാവിലെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ പനിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കുറേ കമൻറ്റൊക്കെ വന്നായിരുന്നു കേട്ടോ. ബീന പൂസിന് പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച്. അന്നേരം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി തന്നെയായിരുന്നു. ഇപ്പം കുറച്ച് പനി കുറവുണ്ട് കേട്ടോ. അന്നേരം കഞ്ഞിയും പയറും ഒക്കെ തന്നെയായിരുന്നു രാത്രിയിൽ. അന്നേരം പൂസിന് ചിക്കൻ വേണമെന്ന് പറഞ്ഞ് കുറേ ദിവസമായി വാങ്ങിയിട്ട് കേട്ടോ. ഇന്ന് കുറച്ച് ചിക്കനൊക്കെ രാവിലെ വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ ചിക്കൻ കറി വയ്ക്കാനായിട്ട് ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഷെൽഫേൽ മൊബൈൽ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റത്തില്ല ഗ്യാസ് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പൂടെ കാണുന്ന വിധത്തിലാണ് ഞാൻ മൊബൈൽ വെച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് കൂടുതലും എന്നെയാണ് കാണുന്നത് കേട്ടോ. അന്നേരം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനന്നേരം എടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. കയ്യിലോട്ട് എടുത്ത് വെച്ച് കാണിച്ചു തരാം. ട്രൈപോഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ഇപ്പം വീഡിയോ എടുക്കാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചു ട്രൈപോഡ് ഇല്ലാതെ എപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. ട്രൈപോഡ് ഉണ്ട് കേട്ടോ, 2 എണ്ണം എനിക്കുണ്ട്. പക്ഷേ അത് പെട്ടെന്നാണ് പോകുന്നത് കേട്ടോ. അന്നേരം ഞാൻ ജനലൊക്കെ അടച്ചിട്ടിരിക്കുവാണ്. കാരണം ഭയങ്കര ഒരു മഴയും കാറ്റും ഒക്കെയാണ്. നമ്മുടെ ഗ്യാസ് അങ്ങ് കെട്ട് പോവാണ് കേട്ടോ. അന്നേരം നല്ല ഒരു മൂടാപ്പായി കിടക്കുവാണ് വെളിയെല്ലാം. അന്നേരം ഒരു ഇരുട്ടിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ. അന്നേരം ഞാൻ ഗ്യാസിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കഴിഞ്ഞ് അത് വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയം കുറച്ച് ചിക്കൻ എടുത്തിട്ട് വറക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ. അന്നേരം ഈ സവാള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം പെട്ടെന്ന് വഴണ്ടി വരും കേട്ടോ. അന്നേരം നമ്മൾ ഇന്നലത്തെ വീഡിയോ ആണ്, സൺഡേയിലെ വീഡിയോ ആണ്. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ മഴയുള്ളായിരുന്നു, പിന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ കാറ്റാണിവിടെ സഹിക്കാൻ വയ്യാത്ത കേട്ടോ. കാരണം ഞങ്ങളുടെ ബാക്കിലൊക്കെ ആണെങ്കിലും വന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്നേരം തെങ്ങുകളൊക്കെ നമുക്കിവിടെ നിൽപ്പുണ്ട് കേട്ടോ. അന്നേരം എനിക്ക് പേടിയാണ് കാറ്റ് വരുമ്പം. കഴിഞ്ഞ ദിവസം ഏത് വീഡിയോ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കാറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഹിന്ദുസാണ് കാറ്റ് വരുമ്പം ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു. അതുപോലെ എനിക്കും ഭയങ്കര പേടിയാണ് കാറ്റ് വരുമ്പം കേട്ടോ. ഞാൻ അന്നേരം ഓടി വെളിയിൽ ഇറങ്ങി നിൽക്കും. നമുക്ക് ഇങ്ങോട്ട് വീഴുന്നൊന്നുമില്ല, എന്നാലും ഒരു പേടിയാണ്. ഉള്ളിയൊക്കെ വഴണ്ടി വന്ന സമയത്ത് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പച്ച മണം പൊടികളുടെ എല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ ഇന്ന് ചിക്കനിലോട്ടൊന്നും തേച്ച് പിടിപ്പിച്ചിട്ടില്ല, പെട്ടെന്നുണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. അന്നേരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല
ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി മൂപ്പിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ധൃതി വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും മറന്നു പോകും. അന്നേരം അപ്പൂസിന് വയ്യ കേട്ടോ, പനി ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെറുതെ ഇങ്ങനെ എൻ്റെ പുറകിൽ വന്ന് ഇന്ന് ഓരോന്നൊക്കെ കാണിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അമ്മ എന്തെടുക്കുവാന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ഞാൻ പറയുന്നുണ്ട് അവനോട്, രണ്ടുപേരും ഉണ്ട്, ഇന്ന് ചോറൊക്കെ കഴിക്കണം, ചിക്കൻ കറി വെച്ച് തരാം, ചിക്കൻ വറുത്ത് തരാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അന്നേരം പുള്ളി പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വായിക്ക് രുചിയില്ലല്ലോ പനി വന്നു കഴിഞ്ഞാൽ. അന്നേരം ഞാൻ ചോദിച്ചപ്പം ചിക്കൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ അധികം ഒന്നും കഴിച്ചില്ല പനിയുള്ളത് കൊണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയെന്ന്. അപ്പം ഞാനൊരു പാനൊക്കെ എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി ആ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയാണ് നമ്മളെല്ലാ വീട്ടമ്മമാരും അല്ലേ, എന്തെങ്കിലും ഒന്ന് ഇടാൻ മറന്നു പോകും. അന്നേരം ധൃതി വെച്ചൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേനാണ് കേട്ടോ. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളെല്ലാം വരുന്നത് ഞാൻ അന്നേരം കഴുകി വെക്കുന്നുണ്ട്. കാരണം ചിലപ്പം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. പുറത്ത് നല്ല മഴയാണല്ലോ. അന്നേരം ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ കഴുകി വെക്കുകയാണ്. കാരണം മോട്ടർ അടിക്കാൻ പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് അന്നേരം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം മോട്ടർ അടിച്ചിടാമല്ലോ. അങ്ങനെ വേണ്ട ഞാൻ മല്ലിപ്പൊടിയൂടെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ താളിച്ചെടുക്കുകയാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. ചോറ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓർത്ത് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിച്ച് ചോറ് വെക്കാവുന്ന, കാരണം ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. ഞാൻ ഈ അപ്പൂസിനോടാണ് തലയാട്ടുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അന്നേരം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ വരുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇങ്ങനെ തലയൊക്കെ ആട്ടുന്നത് കേട്ടോ. പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ചൂറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും മോര് കറിയുമാണ് കേട്ടോ. പിന്നെ ചമ്മന്തി നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ചതൊക്കെ ഫ്രിഡ്ജിൽ വീണ്ടും ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ നെല്ലിക്ക അച്ചാർ കണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്നും പറഞ്ഞ് കമൻറ്റ് വന്നായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റൊക്കെ ഇട്ടവരുണ്ട് കേട്ടോ. ആ നെല്ലിക്ക അച്ചാർ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു വീന എന്നും പറഞ്ഞൊക്കെ എനിക്ക് 2-3 പേര് കമൻറ്റ് ഇട്ട് കേട്ടോ. എന്നാലും നമ്മുടെ ചിക്കൻ കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഏറെ ഞാൻ ഈ ചിക്കൻ കറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയുടെ ഒരു എരിവാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചിക്കൻ വറക്കാനായിട്ട് പോവാണ് കേട്ടോ. അന്നേരം നല്ലവണ്ണം പുരട്ടി വെച്ചിരുന്നതാണ്. ഇതേ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലവണ്ണം കേട്ടോ. ഇനിയിപ്പം കുറച്ച് ചിക്കനൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ അടുക്കളയിൽ കഴിഞ്ഞു. പുറത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തുണി നനയും തൂത്തുവാരും ഒന്നും പറ്റത്തില്ല. പിന്നെ അകത്തുള്ള കുറേ ജോലികളൊക്കെ വീണ്ടും ഉണ്ട്. എന്നാലും ഞാൻ വീഡിയോ നിർത്തുവാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ചാർജ് കുറവാണ് നമ്മുടെ മൊബൈലിനകത്ത്. അന്നേരം വെട്ടം കുറഞ്ഞ് വന്നാലും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വെട്ടം കാണത്തില്ല കേട്ടോ. അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, പിന്നെ മോരും ചമ്മന്തിയൊക്കെ ഇരിപ്പുണ്ട്, നെല്ലിക്ക അച്ചാറും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. കോൺഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ്, പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഇത് നമ്മുടെ കുട്ടനാട്ടിലെ നാട്ടിൻപുറത്തെ പച്ചയായ ജീവിത രീതിയാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് വെച്ചുകെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അന്നേരം ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ വെന്തു വറ്റി വന്നു, നമ്മുടെ ചോറൊക്കെ ഊറ്റി കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.